കെട്ടുകഥ കസേരകളി കഥകളി. പ്രതിഭാഹരി MLA മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയ സംഭവം പ്രതിഭയേക്കാൾ വേദനിപ്പിച്ചത് നമ്മുടെ സാംസ്കാരിക മന്ത്രിയാണ്. കുഞ്ഞുങ്ങളല്ലേ, കൂട്ടുകൂടുമ്പോൾ ഒരു പഫൊക്കെ എടുക്കുന്നത് സ്വാഭാവികമാണ്. അതിൽ ചാടി കയറി കേസെടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് സജി മന്ത്രി ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി വന്നത് പ്രതിഭാഹരിയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ലേ, പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ, ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ലാതെ ഇങ്ങോട്ട് വന്നത്. ഈ ഇരിക്കുന്നവരല്ല, ഓരോരുത്തർ അവരോട് കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവര് കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പോൾ ഒരു വലിച്ച, അതിനെന്താ വലിച്ചത് ശരിയാണെന്നല്ലേ, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. ന്യായീകരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. കായംകുളത്ത് MLA U പ്രതിഭയുടെ മകൻ, ഒരു 16, 17, 18 വയസ്സ്, അയാൾ പോളിടെക്നിക്കിന് പഠിക്കുക. അയാൾ അവിടെ നിന്ന് അവധിക്ക് വന്നതാണ്. കൂട്ടുകാരുമായി കൂടി അതിനടുത്തുള്ള വീടിനടുത്തുള്ള ഒരു കലുങ്കിൻ്റെ അവിടെ പോയിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളാരും MLA ആക്രമിക്കാൻ പോയില്ല. ഈ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ ഈ ഭയങ്കരമായി ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരിക. അതിൽ വലിയവൻ്റെ വീടെന്നോ ചെറിയവൻ്റെ വീടെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരൊന്നും ഒന്നുമില്ല. ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിമിക്കണം മാറ്റം നല്ല കാശല്ലേ. അതല്ലോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ചാൽ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. കുട്ടികൾ പുകവലിച്ചാൽ ഇനി വലിക്കുന്നത് കഞ്ചാവാണെങ്കിൽ പോലും ചാടി കയറി കേസെടുക്കേണ്ട കാര്യമില്ലെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. ഒന്ന് വിളിച്ച് ഉപദേശിച്ചാൽ മതി, അവർ നന്നായിക്കോളും അത്രേ. വലിച്ചെന്നും വലിച്ചില്ലെന്നും പറയും, ബീഡി വലിച്ചല്ല, സിഗരറ്റ് വലിച്ചില്ലെന്ന് പറയുന്നു. എന്തും ആയിക്കോട്ടെ, ഞാൻ കണ്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്നുള്ളതാണ് ഞാൻ വിശദീകരിച്ചത്. കൊച്ചുകുട്ടികളായപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വിളിച്ച് ഉപദേശിക്കാം. എന്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. കുട്ടികളെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അഭിവാഞ്ചകളെയും സർഗവാസനകളെയും ഉണർത്തിയെടുത്ത് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ സജ്ജമാക്കുക, അതാണ് എന്റെ കർമ്മപരിപാടി. ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ മറ്റൊരു സ്ഥലത്തു നിന്ന് എക്സൈസുകാരവിടെ വരുന്നു. അല്ലാതെ എക്സൈസുകാർ ഇവരെ മുൻകാലത്ത് എന്തെങ്കിലും ക്രിമിനൽ കേസ് പ്രതികളൊന്നും അല്ലല്ലോ ഇവരുടെ പുറകെ നടക്കാൻ, അല്ലെങ്കിൽ മദ്യമോ മയക്കുമരുന്നോ വിറ്റ കേസിലൊന്നും പ്രതികളല്ലല്ലോ. അപ്പോൾ പ്രതിഭാകരിയോട് വിരോധമുള്ള ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലെയും കുട്ടികളെ നമ്മൾ സൂക്ഷിക്കേണ്ട കാലമാണ്. ആരെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെട്ടുപോയതിന് MLA മകനോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ടവരുടെ മക്കളാണെന്ന് ഓർത്ത് മാതാപിതാക്കളെ എന്തിനാണ് നമ്മൾ പറയണത്? മാതാപിതാക്കളെ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതൊന്നും ന്യായീകരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. കുട്ടികളെ കസ്റ്റഡി എടുത്ത് കേസെടുത്ത് FIR. ഞാൻ പറഞ്ഞ പോയിന്റ്, കേസെടുക്കുന്നതിന് മുമ്പ് കുട്ടികളാണ്, അവരെ ഉപദേശിക്കണം. കള്ളും ചാരായവും റേഷൻ കട വഴി വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളിന്റെ ചാരായത്തിന് വില പറയോ സഖാവേ? സാധാരണക്കാരന് തൊഴിൽ വേണം, തൊഴിലും കഴിഞ്ഞ് വന്നാൽ ലേവിഷായി കുടിക്കണം. പിന്നെ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ അപരാധമൊന്നുമല്ലെന്നേ. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും ശരിക്കും വലിക്കുന്നവരാണ്. ഒരു PB അംഗമൊക്കെ ആവണമെങ്കിൽ മിനിമം 5 പഫെങ്കിലും എടുക്കാൻ പഠിക്കണം. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഇഞ്ചൂരിയസ് ആയിട്ട് കാര്യമാണ്, നമുക്കെല്ലാം അറിയാം. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വലിക്കുമായിരുന്നു, MD വലിക്കുമായിരുന്നു. പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ പറയണമല്ലോ. എന്താ പുക വലിക്കുന്നതുകൊണ്ട് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അഥവാ പുക വലിക്കുന്ന ആളാണെങ്കിൽ പോലും പറയാൻ പാടില്ല. കാരണം വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവർ വേണമെങ്കിൽ, ഒരു മിടുക്കനായ ഒരു കുട്ടി വേണമെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് മാതാപിതാക്കളുടെ മുമ്പിൽ പോയി നിന്നിട്ട് മാതാപിതാക്കൾ ചൂടാകുമ്പോൾ ചോദിക്കാതെ സംസ്ഥാനത്തിന് മന്ത്രി പറഞ്ഞു പുക വലിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 2 പുക ഊതി വിട്ടാലാ. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും സ്മോക്ക് ചെയ്യുമായിരുന്നു, വസ്തുതയാണ്. കാലം കഴിഞ്ഞപ്പോൾ പല സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ പലരും ആരോഗ്യ പ്രശ്നമോ മറ്റു കാര്യത്തിലോ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അവർ നിർത്തി. അതുകൊണ്ട് കേരളത്തിൽ ആരും വലിക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കുറേ കൂടി ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ കൊടുക്കുന്നതൊരു മെസ്സേജാണ് എന്നുകൂടി വിചാരിച്ച് ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് സഹി ചെറിയാനോട് അത്രയേ പറയാൻ പറ്റൂ. കാരണം അദ്ദേഹം ഇത് പറഞ്ഞെന്നോർത്ത് അദ്ദേഹം നാളെ വേറെ ഏതെങ്കിലും നാവിൽ വന്നൊക്കെ പറയും. ഇരിക്കുന്ന സ്ഥാനത്തെ മറക്കരുത്. എന്നെ വിലയിരുത്താൻ താൻ ആരാടോ? ഇടയ്ക്ക് അങ്ങനെ പറ്റി തമാശ. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉള്ളത് നിർത്തണം. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് പലരും ഈ കാലത്ത് നടപ്പാക്കി അല്ലെ സ്വീകരിച്ചിട്ടുണ്ട് പലരും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ഞാനത് സ്മോക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊന്നും പറയുന്നില്ല. എന്നാൽ അത് തെറ്റാണെന്ന് വന്നു കഴിയുമ്പോൾ നിർത്തും.
ചെറിയ ഉപദേശമൊക്കെ കൊണ്ട് പിള്ളേരെ നന്നാക്കാൻ പറ്റുമോ എന്ന് പലർക്കും സംശയം തോന്നാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സജി ചെറിയാൻ. ഈ വലി എന്നൊന്നും പറഞ്ഞാൽ ഒരു കുന്തവും കുടച്ചക്രവുമല്ലെന്നാണ് മന്ത്രിയുടെ ഒരു ഇത്. സജി ചെറിയാൻ സാധാരണ ഇങ്ങനെ എപ്പോഴും വഴിവിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ല. ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം പോയതാണ്, എന്നിട്ടും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു മെസ്സേജാണത്. ഇതൊക്കെ എന്ത് ഇങ്ങനെ പല ആളുകളും ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവർ നിർത്തുന്നത്. അങ്ങനെ എല്ലാവരും നിർത്തിയിട്ടുണ്ട്. പുതിയ ആളുകൾ ചിലപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അത് ഒരു വലിയ ഒരു പ്രശ്നമാക്കിയെടുത്തല്ല ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ഇംഗ്ലീഷ് പറയാം. സജി ചെറിയാൻ്റെ ലഹരിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. 1-2 കഞ്ചാവ് 2 വലി വലിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് ഒരു ഡോസ് പോലും മയക്കുമരുന്ന് പിടിക്കാതെ സ്മോക്ക് ചെയ്ത് എന്നതിൻ്റെ പേരിൽ കേസെടുത്താണ് ഞാൻ ചോദ്യം ചെയ്തത്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഒന്ന്, സാധാരണഗതിയിലുള്ള പുകവലി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. അങ്ങനെ കമ്പനി കൂടുമ്പോൾ ആളുകൾ സ്നേഹമേ പങ്കുവയ്ക്കാൻ പാടുള്ളൂ, സൗഹൃദം പങ്കുവയ്ക്കട്ടെ, രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ, പുക പങ്കുവെക്കണ്ട. അങ്ങനെ പുകയ്ക്കണം എന്ന് തോന്നുന്ന ചെറുപ്പക്കാർ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ വിപത്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ പറയുന്നതിന്റെ പശ്ചാത്തലം എനിക്കറിയില്ല. നന്മ മാത്രമാണ് എൻ്റെ മതവും ദൈവവും. അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിന്റെ മന്ത്രി കൂടിയാണ്. പുകവലി ഒരു ദുശ്ശീലാണല്ലോ. പുകവലി, മദ്യപാനം ഇതൊക്കെ ദുശ്ശീലങ്ങളാണ്. അപ്പോൾ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ദുശ്ശീലങ്ങൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം കൂടിയാണ്. മറുപടി അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കഥകളി